പ്രിയമുള്ളവരെ, സുനിൽ വാസ്തവാണ്. N4 നജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് മോനാപ്പിയുടെ ഹൗസ് വാമിങ്ങിന്റെ വിശേഷങ്ങളാണ്. ഞങ്ങളെല്ലാവരും പങ്കെടുത്തൊരു പരിപാടിയാണ്. അതിമനോഹരമായിട്ടൊരു വീട്, ഒരുപാട് കാലത്തെ കഷ്ടപ്പാടാണ്. ഏതായാലും ഞങ്ങളൊക്കെ രാത്രിയാണ് എത്തിയത്. ഹൗസ് വാമിങ് കഴിഞ്ഞ് അന്ന് രാത്രി ഞങ്ങൾ എല്ലാം പാടെ കൂടിയിട്ട് ഒരു പോക്കറ്റ് പോയി. ഏകദേശം കുടുംബക്കാരൊക്കെ പോയിണ്. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ മോനാപ്പി ഭയങ്കര സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞാല് ചിറിച്ചുകൊണ്ടിങ്ങ നിൽക്കല്ലേ. മോനാപ്പി ഉണ്ടോ, ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ സ്വീകരിച്ച്, ഞങ്ങൾ ചെറിയ കസേരയൊക്കെ വാങ്ങിച്ച് ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ തയ്യാറാക്കി. ഏതായാലും മോന ചിരിച്ച മുഖം കണ്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. ഏതായാലും വീട് നല്ലൊരു പ്ലേസിലാണ്. ഞങ്ങൾ വീടിനുള്ളിൽ കയറി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചങ്ങായിമാരുണ്ട്, 8-10 ആൾക്കാരുണ്ട്. എല്ലാവരും വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി മോനാപ്പയോട് അന്വേഷണമൊക്കെ പറഞ്ഞ് ആ ഹാപ്പിനെസ്സിലാണ് എല്ലാവരും. വീട് വളരെ മനോഹരമായിട്ടുള്ള ഇന്ത്യ ഡെക്കറേഷനാണ്. അതിൻ്റെ ഫ്രണ്ട് ഭാഗവും ഉള്ളും ഒക്കെ എല്ലാ കാര്യങ്ങളും. അതിൻ്റെ വ്യൂ പറഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്. നല്ലൊരു തോട്ടത്തിൽ നല്ലൊരു ഉയർന്ന സ്ഥലത്താണ്. അപ്പോൾ എവിടെ നിന്ന് നോക്കിയാൽ കാണാം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഓരോരോ രസങ്ങളും കാര്യമൊക്കെ പറഞ്ഞിരുന്ന് അതിനിടയിൽ കൂടെ ഞങ്ങൾ മോനാപ്പി എന്തൊക്കെയോ കലക്കി കൊണ്ടുവരുന്നുണ്ട്. നോക്കിയപ്പോൾ എന്തൊരു വെള്ളമാണ്. ഏതായാലും വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ ചങ്ങായിമാരൊക്കെ ഇങ്ങനെ ആട്ടുതൊട്ടിലൊക്കെ ഉണ്ട്, അതൊക്കെ ആടി എൻജോയ് ചെയ്ത് മനോഹരമായ ഒരു നിമിഷങ്ങളായിരുന്നു ഒക്കെ. മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ ഉൾഭാഗത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഫസ്റ്റ് തന്നെ അതിൻ്റെ ഒരു വിസിറ്റേഴ്സ് റൂം ആണ്. ടിവിയും കാര്യങ്ങളൊക്കെ വെച്ച് സോഫയും ഒക്കെ ഉണ്ട്, ദിവാങ്കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ സെറ്റാണ്. അപ്പോൾ ഒരു ടീം ഇവിടെ ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചങ്ങായിമാർ തന്നെയാണ്. ബിരിയാണി കൊണ്ടുവച്ചപ്പോൾ മണടിച്ചിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല. ഏതായാലും ഞങ്ങളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ചുമരിലൊക്കെ നല്ല വാൾപേപ്പറും ഒരു തോക്കൊക്കെ ഉണ്ട്. അത് ഇതാണ് മരത്തിൻ്റെ തോക്കാണ്, ഒരു മോഡലാക്കി വെച്ചാണ്. ഒക്കെ ഇന്ത്യ ഡെക്കറേഷൻ, അടിപൊളി ഇന്ത്യ ഡെക്കറേഷൻ, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വീട്. വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. കണ്ടാൽ തോന്നൂല. എല്ലാം കൊണ്ടും ഏതൊരു വീടാണെങ്കിലും ആ വീടിന്റെ ഇന്ത്യ ഡെക്കറേഷൻ വലിയൊരു ഘടകമാണത്. അതുപോലെ അടിഭാഗം പറഞ്ഞാല് മാർബിൾ ടൈപ്പ് സംഭവമാണ്, 4x4 ഷീറ്റ് ഇട്ടാണ്. ഏതായാലും ഭയങ്കര രസമായി. ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോൾ പ്രത്യേക ഒരു ഫീൽ, നല്ല കൂളിംഗ് ഉണ്ട്. സ്റ്റെയർ കേസൊക്കെ പറഞ്ഞാല് മെറ്റലിന്റെ മുകൾ ഭാഗത്ത് വുഡ് ചെയ്താണ്. അതിന് ഓരോ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂമും അതുപോലെ ലൈറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഒരു ന്യൂജൻ ടൈപ്പ് സംഭവങ്ങളാണ്. നമ്മൾ ഭയങ്കര അട്രാക്റ്റീവായി പോകും. എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ്. അങ്ങനെ ഓരോ മേഖല, ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂമിൽ ഉള്ളതും അത്യാവശ്യം ഒരു കിങ് സൈസ് ബെഡ്, നല്ല ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യങ്ങൾ, അതുപോലെ കർട്ടൻ, എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ട്. ഞങ്ങളൊക്കെ എല്ലാവരും ആകാംക്ഷയായിട്ട് പോയിട്ട് വളരെ ഇതായി. പിന്നെ AC വെച്ച റൂമാണ് 2-3 ഉള്ളത്. അതിലും എല്ലാം കൊണ്ട് ഉഷാറായി. പിന്നെ അതിൻ്റെ സ്റ്റെയർ ഒരു സംഭവം തന്നെയാണത്. മെയിനായിട്ട് വുഡൻ ടൈപ്പിലാണ്. ഞങ്ങളൊക്കെ മുകൾ ഭാഗത്തൊക്കെ അപ്സ്റ്ററിന്റെ മുകളിലൊക്കെ നോക്കി ഞങ്ങളെല്ലാവരും കൂടെ സന്തോഷത്തോട് ചിരിച്ച് കളിച്ച് ഇറങ്ങി ബിരിയാണിയൊക്കെ അടിച്ചു മാറി. അതായത് നല്ലൊരു ദിവസമായിരുന്നു. അപ്പം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു വീടുണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പാടാണ്. ഒരുപാട് കാലത്തെ സമ്പാദ്യം ഒരു കൂട്ടി വെച്ച് സ്വപ്നം കൂടിയാണ് പോണത് എല്ലാവരും. ഞങ്ങൾ പിന്നെ കുറേ നേരം ഇന്ന് രസങ്ങളൊക്കെ പങ്കിട്ട്. അപ്പം ഇതിൻ്റെ ബാൽക്കണി ഭാഗമാണ്, പുറത്തേക്കുള്ള വ്യൂ ഉള്ള നല്ല തണുത്ത കാറ്റൊക്കെ കിട്ടുന്നൊരു ഏരിയ ആണിത്. നല്ല ബാൽക്കണി ഭാഗമാണ്. പിന്നെ ഒരു ബെഡ്റൂം തന്നെയാണ്, ക്യൂൺ സൈസ് ബെഡ്, നല്ല അപ്പോളിസ്റ്റൊക്കെ ചെയ്തിട്ട് ഒരു ക്യൂൺ സൈസ് ബെഡൊക്കെ ഇട്ട് നല്ലത് കുട്ടിയെ കിടക്കാൻ പറ്റുന്ന ഒരു റൂം. സൈഡിൽ ക്യാബിനറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ബാക്ക് ഭാഗത്ത് ഉള്ളത് ചെയ്ത വർക്കൊക്കെ സൂപ്പറായിട്ട്, അതുപോലെ കർട്ടൻ ചെയ്ത് സൂപ്പറായിട്ടുണ്ട്. ഒക്കെ നല്ല അടിപൊളി സംഭവമാണ്. വീട് കണ്ട് മനസ്സ് അറിഞ്ഞ് സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഓക്കെ.